ഹലോ, നല്ല ചൂട് ഓണാട ഉണ്ടാക്കിയാലോ? ഓണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിൻ്റെ അന്ന് മാവേലിയുടെ പൂജിക്കുമല്ലോ. പൂജിക്കുമ്പോൾ മാവേലിക്ക് പൂജ വയ്ക്കുന്ന അടയാണ് ഓണാട എന്ന് പറയും. ഓണത്തിൻ്റെ അന്ന് മിക്കതും ഈ ഒരു അട തന്നെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര നല്ലോണം ഉരുക്കി നല്ല കുറുക്ക് പരുവത്തിലാക്കണം. നല്ലോണം ഒന്ന് അരിപ്പയിലിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത്രയധികം പൊടി അതിൻ്റെ ഉള്ളിൽ ബാക്കി ഉണ്ടാവും. അതൊക്കെ കൂടി കഴിക്കുന്നതിന് പകരം നമുക്ക് അരിപ്പയിൽ ഇങ്ങനെ അരിച്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അതിനൊപ്പം തന്നെ നല്ല കുത്തരി വറുത്ത് പൊടിച്ച പൊടിയും കൂടെ നല്ല നാളികേരവും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ച് വേഗം തന്നെ നമുക്ക് ഇനി ഇലയിൽ അടയുടെ മാവ് കുഴച്ച് പരത്തിയത് വെക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല പച്ചരി വറുത്ത് പൊടിച്ച് എടുത്ത പൊടിയും, അതായത് നമ്മുടെ അരിപ്പൊടിയും, പിന്നെ നല്ല ചൂടുവെള്ളം അതിൽ മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൻ്റെ ചൂട് നമ്മൾ ഇത്തിരി അധികം ഉള്ളതൊന്നും കൈ കൊണ്ട് കുഴക്കാതെ നമ്മൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. സ്പൂൺ യൂസ് ചെയ്ത് നന്നായി കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇലയിൽ ഇത് നന്നായി നമുക്ക് പരത്താം. ഇതുപോലെ പരത്തി നമ്മൾ 2-3 ശർക്കരയുള്ളത് നമ്മൾ 3-4 ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് നമ്മൾ നാളികേരവും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത ഒരു മിക്സാണ് അടയുടെ ഉള്ളിൽ വയ്ക്കുന്നത്. അപ്പോൾ ശർക്കര ഉള്ള മിക്സ് നമ്മളിവിടെ അടയുടെ ഉള്ളിടാണ്. വേണമെങ്കിൽ ഇതിനുള്ളിൽ ശർക്കരയും അതും കൂടി ഇട്ടിട്ടുള്ളൊരു മിക്സ് നമുക്ക് ഉണ്ടാക്കാം. അതല്ല ഇങ്ങനെയുള്ളൊരു മിക്സ് ഉണ്ടാക്കാം. നമ്മൾ തന്നെ ഇതിൻ്റെ ഒപ്പം കഴിയുന്ന അടയിൽ പഞ്ചസാരയും നാളികേരം വെച്ചിട്ടുള്ള അട നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ 2 അട മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഈ 2 സൈസിലുള്ള അട മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അട ഇനി നേരെ ഇഡ്ഡലിത്തട്ടിൽ വയ്ക്കാം. ഇഡ്ഡലിത്തട്ടിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പൂജയ്ക്ക് പഴവും നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതും വയ്ക്കുന്നുണ്ട്. അപ്പോൾ പഴവും അടയും വച്ച ഇഡ്ഡലിത്തട്ട് ഇതുപോലെ നിറച്ചതിന് ശേഷം നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഇനി നേരെ നമ്മൾ ഓണത്തിന് ഇതാണ് യൂസ് ചെയ്യുന്നത്. തലേദിവസം തന്നെ ഇത് ഉണ്ടാക്കുന്നത്. തലേദിവസം ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് അത്രയും പണി ഉറങ്ങിയല്ലോ. അപ്പോൾ ഓണാട എന്തായാലും റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇതേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്. അട ഇതേപോലെ ഉണ്ടാക്കിയിട്ടുള്ളതോ നിങ്ങളുടെ അവിടെ ഉണ്ടാക്കുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതിനാൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.